കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം. എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ? പിന്നെ അവൻ, കുളിച്ച് ശുദ്ധനാകുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികമെന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അരാം രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നയമാൻ എന്നൊരു മനുഷ്യനെക്കുറിച്ചാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാക്രമശാലിയായിരുന്നു, മഹാനായിരുന്നു, മാന്യനായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അവൻ കുഷ്ഠരോഗിയുമായിരുന്നു. ശ്രദ്ധിച്ചോ, മാന്യനായിരുന്നു, മഹാനായിരുന്നു, പരാക്രമശാലിയായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ കുഷ്ഠമെന്നൊരു രോഗം അവനെ അലട്ടിയിരുന്നു. അവൻ്റെ വീട്ടിൽ സ്തോത്രം ജോലി ചെയ്തിരുന്ന ഒരു കവർച്ചയ്ക്കായിട്ട് അരാമ്യർ പിടിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു പെൺകുട്ടി സ്തോത്രം പറഞ്ഞു, അവൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുക്കൽ പോയാൽ നിനക്ക് സൗഖ്യം കിട്ടും എന്ന് അവളിലൂടെ അറിഞ്ഞാണ് നയമാനും കൂട്ടിനും ആരുടെ അടുക്കൽ വരുന്നത്? എലീശ പ്രവാചകൻ്റെ അടുക്കൽ വരുന്നത്. എന്നാൽ എലീശയുടെ ഒരു പ്രത്യേകത, എലീശ നേരിട്ട് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല. അതേസമയം അവൻ്റെ ദാസനെ അയച്ചിട്ട് പറഞ്ഞു, നീ 7 പ്രാവശ്യം നീ യോർദാനിൽ ചെന്ന് എന്ത് ചെയ്യുക, കുളിക്കുക എന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും എലീശ നയമാനോട് പറഞ്ഞത് നിനക്ക് സുഖമാകും എന്നും പറഞ്ഞില്ല. അവിടെ പറഞ്ഞത് ശുദ്ധനാകും എന്ന് പറഞ്ഞു. നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിൻ്റെ ദേഹം മുമ്പലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറഞ്ഞു. പക്ഷേ നയമാൻ അത് ഇഷ്ടപ്പെട്ടില്ല. നയമാൻ ക്രൂദ്ധിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. കാര്യം അവൻ പറഞ്ഞ്, ദമ്മേശക്കിൽ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ, എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അവൻ പ്രതീക്ഷിച്ചത് എലീശ വന്ന് പ്രാർത്ഥിക്കണം, കൈവച്ച് പ്രാർത്ഥിക്കും, അങ്ങനെ സൗഖ്യം വരും, അല്ലെങ്കിൽ അവനെ മാനിക്കും, അവനെ ബഹുമാനിക്കും എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഹൃദയത്തിനകത്തൊരു പക്ഷെ വന്നു കാണുക. ഇന്നത്തെ രീതി ഇന്നും നമ്മുടെ ആൾക്കാർക്കുള്ളൊരു പ്രത്യേകതയാണല്ലേ. നമ്മുടെ പലപ്പോഴും പല പാസ്റ്റർമാരും ദൈവദാസന്മാരൊക്കെ പലപ്പോഴും ആൾക്കാരുടെ പദവിയും, ചിലരെ സാറേ എന്ന് വിളിക്കും, ചിലരെ സ്തോത്രം അച്ചായ എന്ന് വിളിക്കും, ചിലരെ അങ്ങ് ബഹുമാനിക്കും. കാര്യം പ്രൈസലോ, അവരെ പിണക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അല്ലേ. പക്ഷേ ഇവിടെ അതൊന്നും ആരും ചെയ്യുന്നില്ല. എലീശ ചെയ്തില്ല. എലീശയുടെ മേൽ വെളിപ്പെട്ട ശുശ്രൂഷ അത്രയ്ക്കും വലുതായിരുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ദൈവദാസന്മാരോടായിട്ട്, ദൈവമക്കളോടായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ ചിന്തയും കൂടാണ് ഞാനിത് കൈമാറുന്നത്. തിരുവചനം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വേല, നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ബൈബിൾ പറയുന്നു, നമ്മൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ അപ്പോയിൻമെൻറ്റാണ് നമുക്ക് കിട്ടി. നമ്മളിവിടെ വിവിധ പ്രസ്ഥാനങ്ങളിലോ വിവിധ മേഖലകളിലോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും സ്തോത്രം, നമ്മളായിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് സ്വർഗം നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം നമ്മൾ ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട് അല്ലേ. നമ്മളെ മേൽ ദൈവം വെളിപ്പെടുത്തിയ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം ആരുടെയും മുൻപിൽ അടിയറവ് വയ്ക്കേണ്ട ഒന്ന് അല്ല. ബഹുമാനിക്കേണ്ടെന്നല്ല, സ്നേഹിക്കേണ്ടെന്നല്ല, കരുതേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. കൊടുക്കേണ്ട ബഹുമാനങ്ങൾ കൊടുക്കണം. പക്ഷേ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമ്മൾ നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം, പ്രാപിച്ചിരിക്കുക തന്നെ വേണം. അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യവും കൂടാണ്. ഇവിടെ എലീശ അതാണ് ചെയ്തത് അല്ലേ. എലീശ നേരിട്ട് വന്നില്ല, പകരം ദാസനോട് പറഞ്ഞ് നീ ചെന്ന് പറ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന് അവൻ ക്രൂദ്ധിച്ച് മടങ്ങിപ്പോകുന്നത്. പക്ഷേ അവൻ്റെ ഭൃത്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, വലിയ കാര്യമല്ല പ്രവാചകൻ നിന്നോട് പറഞ്ഞത്, വലിയ കാര്യമായിരുന്നു നീ ചെയ്തേനെ. ഇതൊരു ചെറിയ കാര്യമല്ലയോ പറഞ്ഞത്. 7 വട്ടം കുളിക്കുക എന്നുള്ളത് ഒരു ചെറിയ വിഷയമാണ്. അതങ്ങ് ചെയ്യരുതോ? സ്തോത്രം. അതങ്ങ് ചെയ്താൽ ശുദ്ധനാകുന്നെങ്കിൽ ആകട്ടെ എന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു വിഷയമാണ് ഈ ചെറിയ കാര്യം, വലിയ കാര്യം. വലിയ കാര്യം പറഞ്ഞാൽ നമ്മളങ്ങ് വലിയ കാര്യത്തിൽ ചെയ്യും അല്ലേ. എന്നൊരു ചെറിയ വിഷയം നമ്മൾ പറയുമ്പോൾ അത് പലപ്പോഴും നമ്മളതിനെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യാറില്ല, എടുക്കാറില്ല. ദൈവം പറയുന്നതിനകത്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനകത്തൊരു സീരിയസ്നെസ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇവിടെ ഒരു വെള്ളത്തിൽ ഇറങ്ങി 7 വട്ടം കുളിക്കാൻ പറയുന്ന ഒരു ചെറിയ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ മനസ്സോടെയോ മനസ്സില്ലാതെയോ അവനത് ചെയ്തപ്പോൾ അവൻ്റെ ദേഹം സ്തോത്രമല്ലേലൂയ പഴയതുപോലെയായി വരുവാനിടയായി. എന്താ എൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, തിരുവചനം എന്ത് പറയുന്നുവോ, അഭിഷിക്തന്മാർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് എന്ത് പറയുന്നുവോ അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാനിടയിൽ എത്ര പഴക്കമുള്ള രോഗത്തെയും എത്ര ശാപം പിടിച്ച അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് വലിയ ദൈവപ്രവൃത്തികളെ കാണുവാൻ സ്വർഗം ഇടവരുത്തും.
മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.